അപ്പോൾ ഇതോടെ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ആരും എന്നെ ചീത്ത വിളിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലുലു ഷോപ്പിങ്ങിൻ്റെ അവസാന പാട്ടാണ് ഇത്. തീർന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു മണ്ടത്തരം കാണിച്ചത് എന്താ വെച്ചാൽ പ്ലേറ്റ് മേടിക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ ശരിയെന്നും പറഞ്ഞ് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മേടിക്കാനൊന്നും പോയില്ല. അങ്ങനെ വേഗം ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഷവർമ്മയാണ് കഴിക്കുന്നത്. ഞാൻ വളരെ ഡീസൻ്റായി കഴിക്കണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് പൈനാപ്പിളിൻ്റെ ഒരു സാലഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ അവൽ മിൽക്കിൻ്റെ ഒരു ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അവൽ മിൽക്ക് വാങ്ങാനായിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ അവരെനിക്ക് ഇങ്ങനെ ഒരു ടോക്കനൊക്കെ തന്നു കേട്ടോ. വിത്തിൻ 5 മിനിറ്റ്സ് നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ട് എനിക്ക് അവൽ മിൽക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല കിടു ടേസ്റ്റാണ്. നിറയെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൈമത്താത്ത എൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് ചോദിച്ചു. അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആക്ച്വലി എനിക്ക് തണുപ്പ് കാരണം നേരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ചോദിച്ചത് കൊണ്ട് തന്നെ എനിക്ക് നേരെ മറുപടി ഒന്നും കൊടുക്കാനായി പറ്റിയില്ല. അതാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് എനിക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കഴിച്ച് തീർക്കാനും പറ്റുന്നുണ്ടില്ല. ഞാൻ മൊത്തത്തിൽ അങ്ങ് ടയേർഡായിപ്പോയി. കാരണം എന്താ വെച്ചാൽ ആവശ്യമുള്ളതില്ലാത്തൊക്കെ ഓൾറെഡി എൻ്റെ വയറിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കണമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് മേടിച്ചത്. എൻ്റെ തപ്പോഴും ഷൈമത്താത്ത പറഞ്ഞു, നീ വെറുതെ ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട പറഞ്ഞു. പറ്റുമല്ലോ, എനിക്ക് കഴിച്ചേ പറ്റൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് കാരണം, പിന്നെ ഒരു അത്യാഗ്രഹവും കാരണം ഞാൻ പോയി കഴിച്ചാണ്. പിന്നെ എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. പാമ്പ് വിരവിഴുങ്ങിയതുപോലെ ആയിട്ടാണ് എൻ്റെ അവസ്ഥ കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ മേടിച്ച സാധനങ്ങൾ ഫുള്ളും നമുക്ക് കൊണ്ടുപോകണമല്ലോ ഗൈസ്. ഇത് ഏറ്റിപ്പിടിച്ചുകൊണ്ട് ഞാൻ പോകുന്നത് കണ്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സിങ് രീതിയൊക്കെ മാറ്റി. ഷൈമത്താത്ത പറയണത് നീ ഇല്ല ഇത് എന്ത് ഈ കൂതറ വേഷത്ത് പിടിക്കുമെന്ന്. കാരണം എനിക്കത് കിട്ടുന്നില്ല. എത്ര നമ്മുടെ കയ്യിൽ വെച്ചാലും എനിക്കത് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ആളെ നോക്കുമ്പോൾ ആൾ അവിടെ തന്നെ നിന്ന്, ഞാനാണെങ്കിൽ കൂടി 10 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച്, ആളെ നോക്കുമ്പോൾ ആൾ അപ്പട്ടത്തന്നെ അങ്ങ് സ്റ്റോപ്പായി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ സാധനങ്ങളാണ് കൂടുതൽ ഞാൻ പിടിച്ചിരിക്കുന്നത്, വേഗം അങ്ങ് വന്നോളൂ പറഞ്ഞു. കാരണം എൻ്റെ പുറത്ത് ബാഗിലും അത്യാവശ്യം നല്ലോണം സാധനങ്ങളുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ആ കണ്ടക്ടറുടെ സഹായത്തോട് ഞാൻ ആ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ബസ്സിനകത്ത് കയറ്റിട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് സാധനങ്ങൾ താഴെ ഇവിടെ ബാഗിൽ, 2 പേരുടെ ഹാൻഡ് ബാഗിൽ, ഷാമത്തയുടെ ഹാൻഡ് ബാഗിൽ, എൻ്റെ ബാഗിൽ ഒക്കെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ കണ്ടില്ലേ. ഈ അവസ്ഥയിലാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത് കേട്ടോ. സമയം നോക്കുമ്പോണ്ടല്ലോ 3:30. സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ വീടെത്തിയപ്പോൾ 3:30 ആയിട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ കുറച്ചു നേരം കിടന്നുള്ളൂ. കണ്ടോ 3:32 സോറി ഗൈസ്, 3:32 മറന്നു പോയതാണ്. മറവി എല്ലാവർക്കും സഹജമാണല്ലോ. കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. എങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയി.